നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഷമേ, ഞാൻ ആരെയാണോ അന്വേഷിച്ച് നടന്നത് അയാളാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്. എന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് നിന്നും അയാൾ അയാളുടെ കാറിലേക്ക് എന്നെ കയറ്റുമ്പോ ഞാൻ അയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത് അത് ഹർഷൻ തന്നെയാ. സത്യസന്ധമായ പ്രണയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കടുത്ത തീരുമാനം മരണം. എന്നിട്ടിപ്പോ എന്തായി? ആ പ്രണയത്തിന്റെ കടുപ്പൊക്കെ തീർന്നോ? അത് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇന്നിപ്പോ എന്നെ തേടി വന്നിരിക്കുന്ന നല്ല കാലത്തെ തള്ളി പറയല്ല വേണ്ടത്. മക്കളുടെ നല്ല ഭാവി ഓർത്ത് ആശീർവദിക്കുകയാണ് ഒരു നല്ല അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. ഞങ്ങൾ ഒരു നല്ല അച്ഛനും അമ്മയല്ലെന്ന് നീ നേരത്തെ തന്നെ വിധി എഴുതിയതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു നാടിന്റെ മുന്നിലും അവിടുത്തെ നാട്ടുകാരുടെ മുന്നിലും വെച്ച് ഞങ്ങളെ പരിഹാസപാത്രങ്ങളാക്കി നീ ഓടി രക്ഷപ്പെട്ടത്. ഇന്ന് എന്റെ കല്യാണമാ. ഒരു പെൺകുട്ടി ഏറ്റവും സന്തോഷവതിയായിരിക്കേണ്ട ദിവസം. എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് തന്നെ ആയിരിക്കും. കാരണം സത്യാമ്മയുടെ സ്വത്തും ഈ ആഭരണങ്ങളെല്ലാം കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കല്ലേ. ഇനി ഹർഷൻ തിരിച്ചു വന്നാ നീ എന്ത് ചെയ്യും? ഈ കല്യാണം നടന്ന ആ ശാലിനി മേഡത്തിന്റെ അവസ്ഥയോ? മറ്റൊരാളുടെ ശാപം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം നിനക്ക് വേണോ? അച്ഛാ, അത് പിന്നെ ഹർഷൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് ഇവരെങ്ങനെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഞാനല്ല ഹർഷനെ ചതിച്ചതെന്നും ഹർഷനാണ് എന്നെ ചതിച്ചതെന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്വസിക്കൂ? വിഷ്ണുവേട്ടനെയും സത്യമ്മയുടെ സ്വത്തം കണ്ടിട്ട് ഞാൻ ഹർഷനെ തള്ളി പറയുകയാണെന്ന് ഇവർ പറയൂ. മോളെ, നീ ഒരു ജീവിതം ആഗ്രഹിച്ചത് ഹർഷന്റെ കൂടെയാ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ മോളെ വിവാഹം കഴിക്കേണ്ടത്. ഇവിടെ വിഷ്ണു അമ്മേ, ഞാനത് എങ്ങനെയാ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കുക? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഹർഷൻ നീ ഒന്നും പറയണ്ട കേട്ടല്ലോ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. സാധ്യമല്ല. ഞാൻ കരുതിയത് അച്ഛനും അമ്മയും വന്നത് മോളുടെ കല്യാണം കൂടി ചെക്കനെയും പെണ്ണിനെ ആശീർവദിക്കാനാണെന്നാണല്ലോ. പക്ഷെ വിവാഹം മുടക്കാനാ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കേറില്ലായിരുന്നു. ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാ അത് കേൾക്കാൻ ഇവിടെ ആർക്കും നേരെയില്ല രാജേന്ദ്ര. ഇന്ന് 12-നും 12:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹമാണ്. വധു ഈ നിൽക്കുന്ന കാർത്തിക. ഈ കാര്യം സത്യഭാമയെ തീരുമാനിച്ചിരിക്കുന്നത്. തല പോയാലും ഇത് ഞാൻ നടത്തിയിരിക്കും. ഇനി ഈ വിവാഹം നടക്കുവാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആവലാതിയാണ് ഇതിന് പിന്നിലെങ്കിൽ ദേ ഈ സത്യഭാമ ഉറപ്പ് തരിക, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ മകളെ ഒരാളും ഒന്നും ചെയ്യില്ല. അതിന് ഞാൻ തന്നെയാ ഗ്യാരണ്ടി. അതല്ല സത്യമേ ഞങ്ങൾ പറയുന്നത്. വന്ന സ്ഥിതിക്ക് കല്യാണം കൂടാം. സന്തോഷമായിട്ട് നടത്തുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാം. ഒടുവിൽ സദ്യയും കഴിച്ച് മകളെയും മരുമോനെയും മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് മകളെ കെട്ടിച്ചയച്ച ചാരിതാർത്ഥ്യത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന് രണ്ടുപേരും. തീരുമാനം നിങ്ങൾക്ക് വിട്ടിരിക്കുക. എന്ത് തീരുമാനിച്ചു? ഇനി ഞങ്ങളുടെ തീരുമാനത്തിനോട് പ്രസക്തിയില്ലല്ലോ. കല്യാണം കൂടുന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് ചെല്ലാം. ദേ അവിടെ നിങ്ങൾ ആരും തടയില്ല. മോളെ, ചടങ്ങ് നടക്കുന്നതുവരെ എതിർപ്പുകൾ ഒരുപാടുണ്ടാവും. സത്യാമ്മയുണ്ട് കൂടെ. ഈ കല്യാണം നടക്കേണ്ടത് നിങ്ങളെക്കാളൊക്കെ എനിക്കാണ് ആവശ്യം. ചിലരുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഉള്ളതാ. ഇത് നടന്നേ ഒക്കൂ.
കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ചേച്ചി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഉണർന്നു എന്ന് തോന്നുന്നു. ഇനിയൊരല്പം വേദനയൊക്കെ ഉണ്ടാവും. ഓർക്കാൻ കിട്ടാൻ പ്രയാസമാ. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇത് ഞാനാ ശ്യാമ. കുഞ്ഞേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതോ വേദന എടുത്തിട്ടാണോ? പറ കുഞ്ഞേച്ചി. വേദനയുണ്ടോ? നല്ല വേദനയുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഒരു ഇഞ്ചക്ഷൻ കൂടി എടുപ്പിക്കാം. അല്ല, എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്ന്? ആ സാറിന്റെ പേര് ഞങ്ങൾ രജിസ്റ്റർ എഴുതിയിട്ടുണ്ട്. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഹർഷനെന്നോ മറ്റോ ആണോന്നൊന്ന് അറിയാമോ? അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ഒന്ന് ചെക്ക് ചെയ്യൂ പ്ലീസ്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞേച്ചി എന്താ? ആരാ ഈ ഹർഷൻ? ക്ഷമേ, ഞാൻ ആരെയാണോ അന്വേഷിച്ച് നടന്നത് അയാളാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്. എന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് നിന്നും അയാൾ അയാളുടെ കാറിലേക്ക് എന്നെ കയറ്റുമ്പോ ഞാൻ അയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത് അത് ഹർഷൻ തന്നെയാ. കാർത്തിക സ്നേഹിച്ചിരുന്ന ആള്. കാർത്തിക ഈ ഹർഷനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ചാടിപ്പോന്നത്. അല്ല കുഞ്ഞേച്ചി, ഇനി കുഞ്ഞേച്ചിക്ക് തോന്നിയതോ മറ്റോ ആണെങ്കിലോ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി 24 മണിക്കൂറും അയാളുടെ ഫോട്ടോയും കൊണ്ട് ഓടുന്ന എനിക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ തിരിച്ചറിയാൻ പറ്റും. ശരിയാ, നിങ്ങളെ കൊണ്ടുവന്ന ആളിന്റെ പേര് ഹർഷൻ എന്നാ. എന്നിട്ട് അയാളിപ്പോ പുറത്തുണ്ടോ? ഒന്ന് അയാളെ വിളിക്കൂ. അല്പം മുമ്പ് അയാൾ ഇവിടുന്ന് പോയി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ പോകുമെന്ന് പറഞ്ഞാ അദ്ദേഹം ഇവിടെ ഇരുന്നിരുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഈശ്വരൻ കൈവെള്ളയിലേക്ക് കൊണ്ടു തന്നതല്ലേ. ഈ ഓട്ടോ എല്ലാം ഓടിയത് എന്തിനാ ശ്യാമേ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ. എന്നിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയോ? ഭാഗ്യമില്ലാത്തവളാ ഞാൻ. വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. ഹർഷൻ തൊട്ട് മുന്നിൽ വന്നിട്ടും അയാളോട് സംസാരിക്കാൻ വിധി എന്നെ അനുവദിച്ചോ? ശ്യാമൻ, നമ്മൾ ഇനി എന്ത് ചെയ്യും? കുഞ്ഞേച്ചി സമാധാനമായിട്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.